നമസ്കാരം. നമ്മുടെ വ്യൂവേഴ്സിലെ ജോബ് സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ റെസ്യൂമേസ് ചെക്ക് ചെയ്തിട്ട് കറക്ഷൻസോ മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ റെസ്യൂമേ അഡ്വൈസ് സീരീസ്. അപ്പോൾ അതിലേക്ക് ഇന്ന് മറ്റൊരു റെസ്യൂമേ അഡ്വൈസ് വീഡിയോ ആണ് ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്ന റെസ്യൂമേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് സജഷൻസ് ഉണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ റെസ്യൂമേ അയക്കാം. റെസ്യൂമേ അഡ്വൈസ് വീഡിയോ എന്നൊരു മെസ്സേജും കൂടി ചേർത്തിട്ട് നിങ്ങളുടെ റെസ്യൂമേ അയച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഓർഡറിൽ വരും ദിവസങ്ങളിൽ അത് ഇതുപോലെ ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ എൻ്റെ 11 വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് ഞാനിത് നോക്കി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസ്യൂമേ ഒരു ഷോപ്പ് സൂപ്പർവൈസറിലെയാണ്. റെസ്യൂമേയിലുള്ള പേരും ഡീറ്റെയിൽസും ഒക്കെ മാസ്ക് ചെയ്യുന്നുണ്ട്. പകരം പറഞ്ഞു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് എൻ്റെ പേര് ഉപയോഗിക്കുകയാണ്. ഓക്കെ, സോ അനന്തു വാസുദേവ് റെസ്യൂമേ 2024 ഇങ്ങനെയാണ് റെസ്യൂമേയുടെ ഫയൽ നെയിം ഉള്ളത്. ഓരോ വേർഡ്സിനിടയ്ക്കും ഒരു അണ്ടർസ്കോർ ഉണ്ട്. അണ്ടർസ്കോർ ഇടാതെ സ്പേസ് ഇടാം. ആൻഡ് പേര് നൽകിയിരിക്കുന്നത് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അത് ഒഴിവാക്കാം. ഞാൻ പറയുന്നത് ഫയൽ നെയിമിലാണ് ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ക്യാപിറ്റൽ ആക്കിയിട്ട് അനന്തു വാസുദേവ് ഹൈഫൻ റെസ്യൂമേ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റെസ്യൂമേ ഓഫ് അനന്തു വാസുദേവ് അങ്ങനെ കൊടുക്കാം. 2024 ഒക്കെ ഒഴിവാക്കാം, കാരണം കപ്പിൾ ഓഫ് ഡേയ്സ് കഴിഞ്ഞാൽ അടുത്ത വർഷമായി. അപ്പോൾ അത് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. സോ ജസ്റ്റ് ഫയൽ നെയിം. ഓക്കെ, റെസ്യൂമേ ഓപ്പൺ ചെയ്യുമ്പം ദിസ് ഈസ് സംതിങ് ലൈക്ക് ഒരു ക്യാൻവ ടെംപ്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു ഡിസൈനർ റെസ്യൂമേ ആണ്. ഒരു ഷോപ്പ് സൂപ്പർവൈസർ റോളിലൊക്കെ ആകുമ്പം ഐ തിങ്ക് ജനറലി ഒരു ATS ടെംപ്ലേറ്റിൻ്റെ ഒന്നും ആവശ്യം വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കാണ്ട് ഡയറക്റ്റ്ലി കണ്ടൻറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. സോ പേരുണ്ട്, ഷോപ്പ് സൂപ്പർവൈസറിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ക്ലിയർ. ദെൻ യു ഹാവ് യുവർ മെയിൽ ID, ഫോൺ നമ്പർ, കറന്റ് ലൊക്കേഷൻ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ പിന്നീട് ചെക്ക് ചെയ്യാം അവസാനം. യു ഹാവ് പ്രൊഫഷണൽ സമ്മറി. ദെൻ ഓക്കെ, പ്രൊഫഷണൽ സമ്മറി ഞാൻ വായിച്ചപ്പം എനിക്ക് ഒറ്റയടിക്ക് കാര്യം മനസ്സിലായത് ഇത് ChatGPT ചെയ്ത ഒരു കണ്ടന്റ് ആണ് എന്ന് ഒറ്റയടിക്ക് മനസ്സിലായി. 2 റീസൺസ് ഉണ്ട്. ഇത് ഞാൻ AI ഡിറ്റക്ടർ ടൂളൊന്നും ഉപയോഗിച്ചതല്ല. 2 റീസൺസ്. ഒന്ന് എന്ന് പറയുന്നത് ChatGPTക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട് ഈ റെസ്യൂമേ പ്രൊഫൈൽ സമ്മറി എഴുതുന്നതിന്. അത് ഞാനിപ്പോൾ ഒരുപാട് റെസ്യൂമേസ് കാണുന്നതുകൊണ്ട് അത് വായിച്ച് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഓക്കെ ദിസ് ഈസ് ദാറ്റ് സ്റ്റൈൽ എന്നുള്ളത്. നമ്പർ 2, ChatGPT നിന്നുള്ള റെസ്പോൺസസ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പം ഡബിൾ ഇൻവേർട്ടഡ് കോമാസ് ഉണ്ടാവും. സോ ഈ കണ്ടൻറ്റിൻ്റെ തുടക്കത്തിലില്ല, പക്ഷേ ഏറ്റവും അവസാനം ഓർഗനൈസേഷണൽ സക്സസ് കഴിഞ്ഞിട്ട് ഡബിൾ ഇൻവേർട്ടഡ് കോമാസ് കാണാം. അപ്പോൾ അതിനർത്ഥം അത് അങ്ങനെ കോപ്പി ചെയ്തപ്പോൾ അവസാനത്തിൽ കളയാൻ മറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടൻറ്റ് ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ലാസ്റ്റ് ലൈൻ ഓക്കെ ഫൈൻ, അത് കുഴപ്പമില്ല. എക്സ്പീരിയൻസിലേക്ക് വരാം. ഷോപ്പ് സൂപ്പർവൈസർ, ദെൻ സ്ഥാപനത്തിൻ്റെ പേരുണ്ട്. ഫൈൻ, സ്ഥാപനത്തിൻ്റെ പേര് താഴെ കൊടുത്താലും മതി. അതും ദുബായ് UAE എന്നുള്ളത് സ്ഥാപനത്തിൻ്റെ പേരിനൊപ്പം കൊടുത്താലും മതി. അത് രണ്ടുകൂടെ ഒരു ലൈനിലും ഡെസിഗ്നേഷൻ മുകളിൽ കൊടുക്കുന്നതും മതിയാവും എന്നാണ് എൻ്റെ സജഷൻ. പീരീഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ കണ്ടൻസിലേക്ക് ഞാനൊന്ന് പോവാം. എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റ് പ്രോബബ്ലി ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് വേക്കൻസിയുടെ പോസ്റ്റ് ഇടുമ്പോൾ അവിടെ ആ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് എഴുതി വെക്കുന്ന കണ്ടൻറ്റ് അത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അതിൻ്റെ ഒരു ടോണുണ്ട്, എഴുതുന്ന രീതിയുണ്ട്. സോ ആ പെർസ്പെക്റ്റീവ് വായിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സെയിം. സോ അങ്ങനെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതൊരു വലിയ മിസ്റ്റേക്കാണ്. ഓക്കെ, കാരണം ഈ റിക്രൂട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർ തന്നെയാണ് ഇത് എഴുതി വെക്കുന്നത്. സോ അവർക്ക് ആ ടെൻസും ആ ടോണും എല്ലാം മനസ്സിലാവും. അത് തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ. ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാട്ടുള്ള അപ്പുറം നമ്മുടെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മൾ കൊണ്ടുവന്ന റിസൾട്ട്സ്, അവിടെയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. ഇപ്പം ആസ് എ ഷോപ്പ് സൂപ്പർവൈസർ നിങ്ങൾ അവിടുത്തെ ബിസിനസ്സിൽ എന്തോരം വ്യത്യാസം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഓർ നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ അവിടുത്തെ മറ്റ് സ്റ്റാഫിൻ്റെ പ്രൊഡക്ടിവിറ്റിയിലെ വ്യത്യാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് കൂട്ടിയതായിരിക്കാം, പ്രോഡക്ട്സിൻ്റെ ലോസ് കുറച്ചതായിരിക്കാം, കൂടുതൽ സ്റ്റോക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റിയതായിരിക്കാം, പ്രോപ്പറായിട്ട് സ്റ്റോക്ക് മൂവ്മെൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റിയതായിരിക്കാം. അതല്ലെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് നമ്പർ കണക്ട് ചെയ്യുന്നു, ഇത്ര പേഴ്സൻറ്റേജ് ഇൻക്രീസ് സെയിൽസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് റിസൾട്ട്സ് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പോഴാണ് ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക. ഐ എം നോട്ട് സെയിങ് ഇത് വർക്ക് ചെയ്യുകയില്ല എന്നൊന്നുമല്ല, പക്ഷേ ഞാൻ എപ്പോഴും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടിക്കൽ വേ ഞാൻ പറയുകയാണ്. ഇതിപ്പോൾ എനിക്ക് അയച്ചതാണെങ്കിൽ ഇതൊരു റിക്വയർമെൻറ്റ്സ് ഞാനൊരു റിക്വയർമെൻറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് അത്ര കൺവിൻസിങ് ആവേണ്ട ഞാനിതൊന്ന് മാറ്റി വെക്കും. ഞാൻ ബെറ്റർ ഓപ്ഷൻസിലേക്ക് നോക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന മറ്റൊരു റെസ്യൂമേയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകും. ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ പെർഫോം ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ ഞാൻ റെസ്യൂമേൽ കൺവിൻസ്ഡ് ആവാൻ മറ്റേ ആളായിരിക്കാം. ഓക്കെ, സോ അവിടെയാണെന്ന് വർക്ക് ചെയ്യണം മേജറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എഡ്യൂക്കേഷനിലേക്ക് വരാം. BCom കൊടുത്തിട്ടുണ്ട്, ഹയർ സെക്കൻഡറി കോമേഴ്സ്. ഓക്കെ ഫൈൻ, അതൊന്നും കുഴപ്പമില്ല. സ്കിൽസിൽ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫോട്ടോഷോപ്പ് ഉണ്ട്, പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, ജനറേറ്റീവ് AI ടൂൾസ് ഇൻക്ലൂഡിങ് ChatGPT ആൻഡ് Gemini. അത് ക്ലിയർ ആണ് ഓൾറെഡി പ്രൊഫൈൽ സമ്മറി വായിച്ചപ്പോൾ തന്നെ. ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഫൈൻ, സ്റ്റാഫ് സൂപ്പർവിഷൻ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ ഒരു ജോലിക്ക് ഞാൻ എടുക്കുമ്പോൾ ആ ജോലിയിലേക്ക് മാച്ചിങ് ആയിട്ട് ഒരാളാണ് നിങ്ങൾ എന്നാണ് ഞാൻ നോക്കുക. നിങ്ങൾക്ക് ബാക്കി എന്തൊക്കെ അറിയാമോ എന്നുള്ളതിന് അവിടെ പ്രസക്തി ഇല്ലയെന്ന് ഞാൻ പറയില്ല, പക്ഷേ അത് സെക്കൻഡറിയാണ്. സോ ഞാനൊരു സ്റ്റോർ മാനേജറുടെ റോളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോപ്പ് സൂപ്പർവൈസറുടെ റോളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അറിയുമോ എന്നുള്ളത് എനിക്ക് വലിയ ബാധകമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ChatGPT അറിയുമോ എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല.
വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് മേ ബി ആവശ്യം ഉണ്ടാവണമെന്നില്ല. സോ അതൊക്കെ ആദ്യം കൊണ്ട് എഴുതി വെക്കുന്നതിൽ നിന്നും അതേസമയം ഇപ്പുറത്ത് ഇൻവെൻറ്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, കസ്റ്റമർ സർവീസ് ആൻഡ് ഇഷ്യൂ റിസൊല്യൂഷൻ, ഫൈനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്, ഇതൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ വ്യത്യാസം വന്നു പോസിറ്റീവായി. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട സ്കിൽസും സോഫ്റ്റ് സ്കിൽസ് അതിന് ശേഷമായിട്ട് കൊടുക്കുക. ദെൻ ഈ പറഞ്ഞ പോലെ അഡീഷണൽ സ്കിൽസ് കൊടുക്കുക. ആൻഡ് എൻ്റെ സജഷൻ, ഞാനിത് നോക്കുന്നത് ഒരു റിക്രൂട്ടറുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ്. ഇപ്പം ഞാൻ ആദ്യം പറയുന്നത് പ്രൊഫൈൽ സമ്മറിയിൽ എനിക്ക് ChatGPT കണ്ടൻറ്റിൻ്റെ ഒരു ഇതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. താഴേക്ക് വന്നു സ്കിൽസിൽ വന്ന സമയത്ത് ഐ എം സീയിങ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തേക്കുന്നു ChatGPT ആൻഡ് Gemini. സോ ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു മൈറ്റ് ഹാവ് ആസ് ChatGPT, സൂപ്പർവൈസറാണ്, എനിക്ക് ഇങ്ങനെ ഒരു റെസ്യൂമേ ചെയ്യണം, സോ എന്തൊക്കെ സ്കിൽസ് ഞാൻ എഴുതണം എന്ന് ചോദിക്കുമ്പോൾ ChatGPT എന്ന സ്കിൽസ് ആയി കൂടെ ഇത് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ എം നോട്ട് ജഡ്ജിങ് യു ഫ്രം സം അതർ പെർസ്പെക്റ്റീവ്. ഞാനൊരു റിക്രൂട്ടറായിട്ട് നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കുക, ഓക്കെ ChatGPT അറിയാമെന്ന് എഴുതിയിട്ടുണ്ട്, ഓൾറെഡി അത് മുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, സോ അങ്ങനെ ആയിക്കോട്ടെ, ഇയാളുടെ ഒറിജിനൽ സ്കിൽസ് ആവണമെന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ ഐ സജസ്റ്റ് നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ChatGPTക്ക് Geminiക്ക് ഒന്നും പ്രത്യേകിച്ച് റോളില്ലെങ്കിൽ അത് അവിടെ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, എഗെയിൻ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാം. ഇതെല്ലായിടത്തും എല്ലാവരും ഇതുപോലെ ചിന്തിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. റിക്രൂട്ട്മെൻറ്റിന് ഒരു റിട്ടേൺ ഫോർമുലയോ സ്ട്രക്ചറോ ഒന്നുമില്ല. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ അങ്ങനെ പാടുള്ളൊന്നും യാതൊരു നിർബന്ധങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞെന്ന് മാത്രം. ഇതിവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടാതിരിക്കാമെന്നൊന്നും ഒരു നിർബന്ധമില്ല, കിട്ടണമെന്നും നിർബന്ധമില്ല. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് പറഞ്ഞത് മാത്രം. ഓക്കെ, ദെൻ ലാംഗ്വേജസിലേക്ക് വരുമ്പം ഇംഗ്ലീഷ്, അറബിക്, മലയാളം, ഹിന്ദി, തമിഴ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണമെന്നില്ല, കുഴപ്പമില്ല. അഡീഷണൽ ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജെൻഡർ മെയിൽ. ഈ മെയിൽ അല്ലെങ്കിൽ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പിൻ്റെ ആവശ്യമില്ല, കാരണം അതൊക്കെ സെൻറ്റൻസിന് അവസാനം മതി. മൾട്ടിസേഴ്സ്, നാഷണാലിറ്റി, പാസ്പോർട്ട്. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുള്ള ഇൻഫർമേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, കുഴപ്പമില്ല. വേറെ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് കൺസേൺസ് ഉണ്ടെന്ന്. ഈ കണ്ടൻറ്റ് ഇങ്ങനെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല. ഓക്കെ, സോ ഇതിങ്ങനെ ഈ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താലും മതി, ലാംഗ്വേജസ് സെപ്പറേറ്റ്ലി കൊടുത്താലും മതി. അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സെപ്പറേറ്റ് ഒരു ഹെഡിങ് കൊടുക്കണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പേഴ്സണൽ ഇൻഫർമേഷൻ കൂടെ ആഡ് ചെയ്താലും മതിയാവും. ഫെയർ ഇനഫ്. ജനറലി കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കൺസേൺസ് മാത്രമേ എനിക്ക് പറയാനായിട്ട് തോന്നിയുള്ളൂ. ദെൻ ഐ വിൽ ഗോ ടു യുവർ ലിങ്ക്ഡിൻ. ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തത് പ്രൊഫൈൽ സമ്മറിയിൽ നമ്മുടെ ലിങ്ക്ഡിൻ ഹെഡ്ലൈനിൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഡബിൾ ഇൻവെർട്ടഡ് കോമാസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ChatGPT ഓർ Gemini യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ആ ഡബിൾ ഇൻവെർട്ടഡ് കോമാസ് കളയുക. ഓക്കെ, കവർ ഫോട്ടോ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വിത്ത് ടാഗ്. ദെൻ ഫോട്ടോ ഇസ് ക്ലിയർ. ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഹെഡ്ലൈൻ. ഇറ്റ് ഷുഡ് വർക്ക്, കുഴപ്പമൊന്നുമില്ല. ഇൻവെർട്ടഡ് കോമാസ് എടുത്ത് കളയുക. ഞാൻ കണ്ട ഒരു കൺസേൺ 2 കണക്ഷൻസേ ഉള്ളൂ. അതൊരു വലിയ ഡ്രോബാക്ക് ആണ്. മിനിമം ഒരു 100 കണക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി നോക്കുന്നൊരു കാര്യമാണ്. ദെൻ ബോട്ടിലേക്ക് വരുമ്പം ഇറ്റ്സ് ഈവൻ വെരി ഷോർട്ട് ദാൻ യുവർ പ്രൊഫൈൽ സമ്മറി. റെസ്യൂമിയുടെ പ്രൊഫൈൽ സമ്മറിയെക്കാട്ടിലും ചെറുതുപോലെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ അതൊരു കൺസേൺ ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എനിവേ യു ആർ യൂസിങ് ChatGPT, ഈ റെസ്യൂമിലെ കണ്ടന്റ് എല്ലാം കൊടുത്തിട്ട് ഡീറ്റെയിൽഡ് അബൌട്ട് ഫോർ ലിങ്ക്ഡിൻ ചെയ്ത് തരാൻ പറയുക. പിന്നെ മറ്റൊരു പ്രശ്നം, ഞാൻ പ്രൊഫൈലിലേക്ക് വരുമ്പം ആക്ടിവിറ്റീസിൽ ആകെ ഒരു പോസ്റ്റ് മാത്രം ആണ് കാണുന്നത്. ആ പോസ്റ്റ് എന്ന് പറയുന്നത് താങ്കളുടെ റെസ്യൂമെയാണ്. അതൊരു ഇമേജ് ഫോർമാറ്റിലാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ്. ആൻഡ് ഇതിൽ ഇൻഫർമേഷൻ വ്യത്യാസമുണ്ട്. യു ഹാവ് കംപ്ലീറ്റഡ് ഒരു ഹാർഡ്വെയർ കോഴ്സ് പഠിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എക്സ്പീരിയൻസിലെ കണ്ടന്റിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ 15%, 95% എന്നുള്ള നമ്പേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുതിയതിനകത്ത് അത് കണ്ടില്ല. അപ്പം ഇതൊക്കെ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഈ റെസ്യൂമെ ഇതിന്ന് ഡിലീറ്റ് ചെയ്യുക. ഞാൻ കണ്ടത് വേറെ റെസ്യൂമെ ആയതുകൊണ്ട് തന്നെ. ലിങ്ക്ഡിനിലേക്ക് വരുമ്പം നമ്പർ ഓഫ് കണക്ഷൻസ്, പ്രൊഫൈൽ കംപ്ലീഷൻ, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, എൻഗേജ്മെന്റ്സ്, കമൻസ് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഷോപ്പ് സൂപ്പർവൈസർ എന്നുള്ള നിലയ്ക്ക് ആയതുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പ്രൊഫൈൽ അത് ഓവറോൾ റെസ്യൂമേക്ക് അപ്പുറം ഉണ്ടാവണം. നമ്മൾ റെസ്യൂമിൽ നിന്ന് എന്തിനാണ് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് വരുന്നത്? കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ. അതിവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളോട് നോക്കിയിട്ട് കാര്യമുള്ളൂ. സോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവുക. ആൻഡ് ഇതിനകത്ത് കണ്ടന്റിലും എക്സ്പീരിയൻസ് കണ്ടന്റിൽ ഈ പഴയ റെസ്യൂമിലെ കണ്ടന്റാണ് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അതും ഇപ്പോഴത്തെ റെസ്യൂമിലുമായിട്ടുള്ള കണ്ടന്റ് സിമിലർ ആയിട്ട് പോകാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ബാക്കി ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്രയാണ് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇനി വീഡിയോ കാണുന്ന മറ്റാർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ റെസ്യൂമെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസോ അല്ലെങ്കിലൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ റെസ്യൂമെ വാട്സാപ്പ് ചെയ്യാം. ദയവേത് വിളിക്കാതിരിക്കുക ആ നമ്പറിലേക്ക്. ആൻഡ് റെസ്യൂമെ അഡ്വൈസ് വീഡിയോ എന്നോട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഓർഡറിൽ ഓരോരുത്തരുടെയായിട്ട് കൺസിഡർ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ ഓർ മേ ബി മോക്ക് ഇൻ്റർവ്യൂ സർവീസസോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യൻ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്പറിൽ എൻ്റെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദേ വിൽ ഹെൽപ്പ് യു വിത്ത് ദ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.